നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഇല്ല. പക്ഷേ ശുഭയുടെ മോനാണെന്നും പറഞ്ഞ് ഫോട്ടോയുമായി വേറൊരുത്തൻ വിളിക്കാതെ തന്നെ എന്നെ വന്ന് കണ്ടു. അല്ല, അക്ഷിത ഗർഭിണിയാണെന്ന് അറിഞ്ഞതല്ലേ ഉള്ളൂ. ഇനി എന്തുമാത്രം സമയമുണ്ട് കുഞ്ഞു വരാൻ? ആദ്യം അത്രയൊക്കെ ഒന്ന് ആവട്ടെ. കുട്ടം പറഞ്ഞത് അതിന് ശരി. ആദ്യം കുഞ്ഞു വരട്ടെ. അതുവരെ നമ്മളൊന്നും പറയുന്നത് തന്നെ ശരിയല്ല. അല്ല, പിന്നെന്തിനാ ഇപ്പൊ ഈ തൊട്ടിലിപ്പോ വലിച്ചിറക്കിയത്? നിങ്ങൾ ഇത് എടുത്തെടുത്ത് തന്നെ കൊണ്ടു തിരിച്ചു വെച്ചേക്ക്. ഇനി ഇത് തിരിച്ചു കയറ്റി വെക്കാനോ? നിങ്ങൾക്കൊക്കെ പ്രാന്താണോ? എന്നാ പിന്നെ പഴയ വിലയ്ക്ക് ആർക്കെങ്കിലും കൊടുക്കും. അതൊന്നും വേണ്ട. അതൊന്നും വേണ്ട. ഈ മുറി ഇവിടെ വെറുതെ കിടക്കല്ലേ, അവിടെ വെക്കാം. അതാ നല്ലത്. ഇപ്പൊ തന്നെ കൊണ്ടു വച്ചേക്കാം. അഭിമോനെ തൂക്കടാ. ചേട്ടാ ഒന്ന് മാറിയേ. അവര് കുഞ്ഞിനെയും കൊണ്ട് കുറച്ചു ദിവസമൊക്കെ അവിടെ വന്ന് നിൽക്കുമായിരിക്കും അല്ലേ അമ്മേ? അറിയില്ല മോനെ, നമുക്ക് നോക്കാം. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അങ്കിള് പറഞ്ഞ പോലെ കിരണിന്റെ അമ്മയുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? കാണിക്ക് നോക്കട്ടെ. ഇപ്പൊ തരാം. അയ്യോ, ഇതിൽ വെച്ച ഫോട്ടോ എവിടെ? അയ്യോ, എന്താ കിരൺ, എന്താ പറ്റിയത്? കാണുന്നില്ലേ? ശരിക്കും നോക്ക്. അമ്മയുടെ ഫോട്ടോ പേഴ്സിൽ കാണുന്നില്ല ദുർഗെ. ഈ കിരൺ നന്നായിട്ട് നോക്ക്, ഇതിൽ തന്നെ കാണും. ഇല്ല, ഫോട്ടോ ഇതിലില്ല. അപ്പോ ഫോട്ടോ നിങ്ങളുടെ കയ്യിലില്ല അല്ലേ? ശരി. അയ്യോ അങ്കിളെ, അങ്കിളെ, ഞാൻ പേഴ്സിൽ തന്നെ ഫോട്ടോ വെച്ചത്, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഇല്ല. പക്ഷേ ശുഭയുടെ മോനാണെന്നും പറഞ്ഞ് ഫോട്ടോയുമായി വേറൊരുത്തൻ വിളിക്കാതെ തന്നെ എന്നെ വന്ന് കണ്ടു. ആരാ വന്നത്? അതൊന്നും എനിക്കറിയില്ല. ഇയാളെപ്പോലൊരു ചെറുപ്പക്കാരനാ വന്ന് കണ്ടത്. പക്ഷേ അവന്റെ സംസാരത്തിൽ എന്തോ ഒരു പന്തികേട് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. അങ്കിൾ എന്നെ വിശ്വസിക്കണം. എന്റെ അമ്മയാ ശുഭ. അങ്കിളിനെ കാണാൻ വന്നത് ആരാണെന്നോ അയാൾക്ക് ഫോട്ടോ എങ്ങനെ കിട്ടിയെന്നോ ഒന്നും എനിക്കറിയില്ല. അതെ അങ്കിളെ, ഇപ്പൊ കിരണിനെ സഹായിക്കാൻ അങ്കിളിന് മാത്രമേ സാധിക്കൂ. അങ്കിൾ, വ്യക്തമായ തെളിവ് എനിക്ക് കിട്ടാതെ ഞാൻ ഒരു സത്യവും ആരോടും പറയില്ല. എങ്ങനെ അങ്കിളിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്നതാണ് സത്യം. അതിന് വേറെ എന്ത് തെളിവാണേലും തരാം. ഇതിപ്പോ പെട്ടുപോയത് ഞാനാണല്ലോ. വെറുതെ ഒരു കരിക്ക് കുടിക്കാൻ കഴിയും എനിക്ക് കിട്ടിയ പണി കണ്ടില്ലേ? അങ്കിളെ, അങ്കിളെ, അങ്കിൾ വിചാരിച്ച മാത്രമേ കിരണിന് അച്ഛന്റെ സ്നേഹവും കരുതലും ലഭിക്കൂ. അങ്കിൾ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. തൽക്കാലം നിങ്ങളിപ്പോ ചെല്ല്, ഞാനത് അന്വേഷിക്കട്ടെ. യഥാർത്ഥത്തിൽ ആരാണ് ശുഭയുടെ മോനെന്ന് ബോധ്യപ്പെട്ടിട്ട് ഞാൻ വേണ്ടത് ചെയ്യാം. അങ്കിൾ പ്ലീസ്. നിങ്ങൾ ചെല്ല്. എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. കടയിൽ ആരുമില്ല. ചെല്ല് ചെല്ല്. അങ്കിളെ ഒന്ന്, കിരൺ വാ. അങ്കിൾ, അങ്കിൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. വാ. എന്നാലും ആ ഫോട്ടോ എടുത്തത് ആരായിരിക്കും? ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഫോട്ടോ എടുത്തതും ഇവിടെ വന്ന് അങ്കിളിനെ കണ്ടതും പൃഥ്വി തന്നെയായിരിക്കും. എന്റെ സംശയവും പൃഥ്വി തന്നെയാ. നമ്മളന്ന് അങ്കിളിനെ കണ്ടിട്ട് പോകുമ്പോ പൃഥ്വി നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. കിരൺ,
പൃഥ്വിയുടെ കാറല്ലേ നമ്മുടെ പുറകെ വരുന്നേ? അപ്പോ നമ്മൾ അങ്കിളിനോട് സംസാരിച്ചത് മുഴുവൻ പൃഥ്വി കേട്ടിട്ടുണ്ട്. അതെ, എന്റെ അച്ഛൻ ആരാണെന്ന സത്യം അറിയാമെന്ന് ഈ അങ്കിള് പറയുന്നത് കേട്ടിട്ടാ അതറിയാൻ പൃഥ്വി എന്റെ അമ്മയുടെ ഫോട്ടോയുമായിട്ട് വന്നത്. തൽക്കാലം നമ്മൾ ഒന്നും അറിയാത്തതുപോലെ പെരുമാറുന്നതാ നല്ലത്. വ്യക്തമായ തെളിവുകൾ പൃഥ്വിക്കെതിരെ കണ്ടെത്തിയിട്ട് വേണം അവനെ അടിയോടെ തകർക്കാൻ. എന്റെ അമ്മയുടേതായി അവസാനിക്കുന്ന ഓർമ്മയാണ് ആ ഫോട്ടോ. ഞാൻ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നതാ അത്. അതാ അവൻ മോഷ്ടിച്ചെടുത്തത്. കിരൺ റിലാക്സ് ആവ്. പൃഥ്വിക്കുള്ള പണി നമുക്ക് കൊടുക്കാം. കിരൺ വണ്ടി എടുക്ക, വാ. നിക്ക്. എന്താ ചെറിയമ്മ? നിന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കാനാ ഞാൻ വന്നത്. അക്ഷിത ഗർഭിണിയായതുകൊണ്ട് അവളുടെ ഭക്ഷണ കാര്യത്തില് കുറച്ചുകൂടി ശ്രദ്ധ വേണം. അവൾക്ക് ഓരോ സമയത്തും കഴിക്കാൻ വേണ്ട ആഹാരത്തിന്റെ കാര്യങ്ങളും ജ്യൂസിന്റെ ലിസ്റ്റും ഇതിൽ എഴുതിയിട്ടുണ്ട്. നീ ഇതെല്ലാം കൃത്യസമയത്ത് റെഡിയാക്കി മുറിയിലെത്തിക്കണം. ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. ഇതിൽ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തോളാം. അക്ഷിതയുടെയും കുഞ്ഞിന്റെ ആരോഗ്യമാണല്ലോ നമുക്ക് വലുത്. ആ ബോധം നിനക്ക് ഉണ്ടായിരുന്നാ മതി. ഞാൻ നോക്കിക്കോളാം. ഗിരിജയാണല്ലോ. ആ, നീ അതൊക്കെ നോക്ക്. ഞാൻ ഈ കോളൊന്നും എടുക്കട്ടെ. ഹലോ ഗിരിജെ. ഹലോ നാത്തൂനെ, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? അങ്ങനെ വലിയ വിശേഷങ്ങളൊന്നുമില്ല ഗിരിജെ. ഞാൻ ആ ദുർഗയ്ക്ക് കുറച്ച് പണികളൊക്കെ കൊടുത്തോണ്ടിരിക്കുക. അത് നന്നായി. അവക്ക് കുറച്ചു പണിയൊന്നും കൊടുത്താ പോരാ, നല്ല 8ന്റെ പണി തന്നെ കൊടുക്കണം. എന്നാലേ അവള് പഠിക്കൂ. അതെ, ഞാനും കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് അവളെ ശരിയാക്കായിരുന്നു. അതേന്ന് ഗിരിജയുടെ ഒരു കുറവ് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. എനിക്കും ആ ഫീലുണ്ട്. ആ പിന്നെ ഞാനിപ്പോ വിളിച്ച മറ്റൊരു കാര്യം പറയാനാ. എന്താ ഗിരിജെ? അമ്മയും ദേവേട്ടനും കൂടി അക്ഷിത ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുവാന്നും പറഞ്ഞ് ഇവിടെ കുഞ്ഞിനെ കിടത്താൻ പഴയ തൊട്ടിലൊക്കെ എടുത്ത് വെക്കുവാ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അക്ഷിതയെ ഇവിടുന്ന് കൊണ്ടുപോയാൽ ശരിയാവില്ല. അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ. ഞാനത് പറഞ്ഞു. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതിന് പുല്ല് വിലയിലേ ഉള്ളൂ. ഗിരിജ ഒന്നും പറയാൻ പോണ്ട. അവരെന്തെങ്കിലും ചെയ്യട്ടെ. അക്ഷിതയെ അങ്ങോട്ട് വിടാതിരുന്നാ പോരെ. അതാ നല്ലത്.